ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മകരപ്പൊങ്കലാണ്. അതുകൊണ്ട് നിങ്ങൾക്കായി ഞാനൊരു മധുര പൊങ്കലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് ഈ പൊങ്കൽ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന സ്വീറ്റ് പൊങ്കലിൻ്റെ റെസിപ്പിയും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് നിറയെ പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1/2 ഗ്ലാസോളം ചെറുപയർ പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 3-4 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ കുതിർത്തെടുക്കുന്നത്. ഈ സമയം നമുക്ക് ശർക്കര പാനിയാക്കാം. അതിനുവേണ്ടി 300 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ശർക്കര ഇട്ട് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക. നന്നായി തിളച്ച് ശർക്കര പാനിയായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി കുതിർക്കാൻ വെച്ചത് എന്തായെന്ന് നോക്കാം. അരിയും പയറും ചെറുതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിൽ ഊറ്റിയെടുക്കാം. നന്നായി വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കാൻ അരിപ്പയിൽ തന്നെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഈ സമയം പൊങ്കൽ തയ്യാറാക്കാനുള്ള ഒരു പാത്രം എടുക്കാം. ഇതുപോലെ അടി കട്ടിയുള്ള ഒരു ചരുവമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി പാത്രം വെച്ച് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ചൂടാവുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു തവി നിറയെ നെയ്യ് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണിത്. ഇനി ലോ ഫ്ലെയിം ആക്കുക. നെയ്യൊന്ന് മെൽറ്റ് ആവുമ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. നട്ട്സ് ഫ്രൈ ആയി കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ആഡ് ചെയ്യാം. ഇനി കുറച്ച് കട്ട് ചെയ്ത തേങ്ങാക്കൊത്ത് കൂടി ചേർക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഫ്രൈ ചെയ്ത നട്ട്സ്, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്തും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വറുത്തെടുത്ത അതേ നെയ്യിൽ തന്നെ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്ത അരിയും പയറും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഈ നെയ്യിൽ തന്നെ 6-7 മിനിറ്റ് നന്നായി വറുത്തെടുക്കുക. ഇങ്ങനെ വറുത്തെടുത്തുണ്ടാക്കുന്ന പൊങ്കലിന് നല്ല മണവും ടേസ്റ്റും കൂടുതലായിരിക്കും. ഏകദേശം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അരിയുടെ വേവ് അനുസരിച്ച് ഇടയ്ക്ക് നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. നന്നായി തിളച്ചതിന് ശേഷം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഇനി ലോ ഫ്ലെയിം ആക്കാം. ഇപ്പോൾ അരിയും പയറും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ പൊങ്കൽ കുക്കർ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു തവി ഉപയോഗിച്ച് ഇതുപോലെ നന്നായി ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിൽ അരിച്ചാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പൊങ്കലിന് മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ഏലക്ക ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് നന്നായി തിളച്ച് വന്ന പൊങ്കലിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത നട്ട്സ്, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത് എന്നിവ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി അവസാനമായി 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. 1, 2, 3 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ചേർക്കുന്തോറും ടേസ്റ്റ് കൂടും. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ
സ്വീറ്റ് പൊങ്കൽ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പൊങ്കാല പോലെയല്ല, ഒരു വ്യത്യസ്ത രീതിയിലാണിത് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. നാളത്തെ മകരപ്പൊങ്കലിന് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.